നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽച്ചിയോട് 2-2 സമനില, അതും അവസാനം ബെല്ലിംഗ്ഹാമിൻ്റെ ഗോളിൽ രക്ഷപ്പെട്ടു പോയതാ. അത് ഗോളല്ലെന്നും പിന്നെ ഫൗൾ ചെയ്തിരുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് എതിർപ്പുകൾ വരുന്നുണ്ട്. അവരുടെ കോച്ച് സെറാബിയ തന്നെ ശക്തമായ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഗോള് തന്നെയാണ്, അത് കൗണ്ട് ചെയ്തല്ലോ. 2-2 സമനില. കഴിഞ്ഞ 3 കളികളായിട്ട് റയൽ മാഡ്രിഡിന് വിജയമില്ല. റയൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം വിരൽ ചൂണ്ടുക സാബി അലോൺസോയിലേക്ക് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്? അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഇതാണ് ഫുട്ബോൾ. നമുക്ക് ലൈറ്റ്ലി ഗുഡ് റിസൾട്ട് ലഭിച്ചില്ല, ഞങ്ങൾ ഹാപ്പിയല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. ഇത് ടീമിൻ്റെ ഒരു വീഴ്ചയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം എങ്ങനെ കാര്യങ്ങൾ ബെറ്റർ ആക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ഒക്കെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇതൊരു വീഴ്ചയായി ഞാൻ കാണുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ 3 കളികൾ തുടരെ വിജയിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാലും അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സാബി അലോൺസോക്കുണ്ട്. ടീമിൽ ഇപ്പോൾ തൻ്റെ കമ്മ്യൂണിക്കേഷൻ, ടീമിലെ മറ്റ് താരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ മികച്ച രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. കാരണം കുറേ അവരുമായിട്ട് ഇടപഴകുമ്പോൾ അത് ബെറ്ററായി വരും. അതിനെക്കുറിച്ച് ആശങ്കയില്ല. താരങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ കോച്ച് പറയുന്നു. സംഭവം ശരിയാണ്. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് തന്നെയാണ് ലാലിഗയിൽ റയൽ മാഡ്രിഡ്. പക്ഷേ അത് ഒറ്റ പോയിൻറ്റിൻ്റെ മാത്രം ലീഡിലാണ് എന്ന കാര്യം മറക്കേണ്ടതില്ല. റയൽ ഇപ്പോൾ കടന്നു പോകുന്നത് ഏതായാലും അത്ര ശുഭകരമായിട്ടുള്ളൊരു പത്തിലൂടെയല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.